ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് എല്ലാവരെയും വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അൽഹംദുലില്ലാ എനിക്കും മക്കൾക്കും സുഖം തന്നെയാണ് കേട്ടോ. അപ്പം ഞാൻ എങ്ങോട്ടാണ് അണിഞ്ഞൊരുങ്ങിയിരിക്കണമെന്നല്ലേ നിങ്ങളുടെ വിചാരം? അത് ഞാനിതാ ഉമ്മാനായിട്ട് ഡോക്ടറെ അടുത്ത് പോകാനാണ് കേട്ടോ. അപ്പം അണിഞ്ഞൊരുങ്ങി കഴിഞ്ഞ് നോക്കുമ്പോഴത്തേനും പുറത്തൊക്കെ ഇറങ്ങി നോക്കുമ്പോൾ നല്ലപോലെ പോകാൻ പറ്റിയില്ല, കോട്ടിടാതെ പോകാൻ പറ്റില്ല. കാരണം മഴ ചെറുതായിട്ട് സ്പ്രേ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞാൻ ഓട്ടുപാറയെത്തി. എന്താ പറയുക, ഉമ്മാനെ ഡോക്ടർ വീട്ടിലേക്ക് അങ്ങോട്ട് പറഞ്ഞു വിട്ടു. ഞാൻ വണ്ടി പാർക്ക് ചെയ്യാൻ പോകുമ്പോഴത്തേനും ഉമ്മ ഡോക്ടർ വീട്ടിൽ കയറിയിരുന്നേക്കണം കേട്ടോ. ഞാൻ ഉമ്മാനെ അവിടെ വീട്ടിലേക്ക് ആക്കിയിട്ട് ഞാൻ മെല്ലെ പരാഗിൽ പോയിട്ട് റീനുവിനൊരു ടോപ്പിൻ്റെ തുണി എടുക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചിരുന്നത്. പക്ഷേ അപ്പോൾ അതിന് ഡോക്ടർ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് പോകുന്നു. അപ്പം ഉമ്മ അടുത്ത ആൾ വേണ്ട വെച്ചിട്ട് ഞാൻ അങ്ങോട്ട് പോകുന്നു. അപ്പം ഉമ്മ പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല, ഈ പോയിട്ട് തുണി എടുത്തിട്ട് പോയി. അപ്പത്തിന് ഞാൻ ഡോക്ടറെ കണ്ടിട്ട് ഇവിടെ ഇരിക്കുക, മരുന്നൊക്കെ മേടിക്കുക, ഈ പോയിട്ട് വേഗം പോരേ എന്ന് പറഞ്ഞു കേട്ടോ. പരാഗിലൊന്നും പോയിട്ട് ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ. അതാട്ടോ ഡോക്ടറുടെ വീട്. പരാഗിൽ പോയിട്ട് ഞാൻ വീഡിയോ എടുത്തില്ല. എനിക്ക് ഭയങ്കര പേടിയാണ്. അവറ്റങ്ങളോട് എന്താ സംസാരിക്കാമെന്ന് എനിക്കറിയില്ല. ഇനി അവർ വീഡിയോ എടുക്കാണ്ട് എന്തെങ്കിലും ചോദിച്ചാൽ അത് അവരെന്താ ചോദിക്കണമെന്ന് എനിക്കറിയില്ല. അവറ്റ ഗുജറാത്തികളല്ലേ. അപ്പോൾ അത് പേടിച്ചിട്ട് ഞാൻ അത് ചെയ്തില്ല. അതിന് ഉമ്മ ഞാൻ വരുമ്പോഴത്തേനൊക്കെ ഡോക്ടറെ കണ്ട് ഗുളികയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. കുഴപ്പമൊന്നുമില്ല. മാസത്തെ ഗുളിക 2 മാസമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ മരുന്ന് മേടിച്ച് കഴിക്കാമെന്ന് ഉമ്മ പറഞ്ഞു. പക്ഷെ വേണ്ട, ചെക്ക് ചെയ്തിട്ട് മേടിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉമ്മക്ക് കിഡ്നിയുടെ ടെസ്റ്റൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഡോക്ടർ. അപ്പോൾ അതൊക്കെ മേടിച്ച് ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു. മരുന്ന് ഉമ്മയുടെ ഷുഗറിൻ്റെ ഗുളികയും മേടിക്കാനാണ്. അപ്പോൾ ഒരു ബില്ല് അടിച്ചതിന് ശേഷമാണ് ഉമ്മ ഷുഗറിൻ്റെ ഗുളികയുടെ കാര്യം പറഞ്ഞത് കേട്ടോ. പിന്നെ അതും മേടിച്ച് ഞങ്ങളിങ്ങോട്ട് വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് ഇങ്ങോട്ട് പോന്നു. നമ്മൾ അന്ന് എക്സിബിഷൻ നടത്തിയ സ്ഥലം കേട്ടോ അത്. അങ്ങനെ ഞങ്ങളിവിടെ പോരുന്ന വഴിക്ക് ഉമ്മ പറയുകയാണ്, ഞാൻ വണ്ണം കുറഞ്ഞതാണോ ഇനി അബായ വണ്ണം വെച്ചതാണോ എന്നറിയില്ല, ഇതെനിക്ക് ഭയങ്കര ലൂസായിക്കണു അബായ എന്നൊക്കെ പറയാണ് കേട്ടോ അമ്മ. അബായ വണ്ണം വെച്ചേക്കാന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പിന്നെ കുറച്ച് ഇങ്ങോട്ട് തന്നെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് ബേക്കറിയൊക്കെ മേടിക്കാനായിരുന്നു. അതൊക്കെ മേടിച്ച് എല്ലാ വീഡിയോ ഒന്നും ഞാൻ ഉൾപ്പെടുത്തണില്ല, ഞാൻ എടുത്തിട്ടില്ല. എനിക്ക് ഇത്തിരി ചമ്മലുണ്ട് വീഡിയോ ഇങ്ങനെ എടുക്കുമ്പോൾ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അസ്സലാമു അലൈക്കും.